എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഈ ഒരു വീഡിയോയുടെ തുടക്കം കണ്ടില്ലെങ്കിൽ നിങ്ങൾ ഒടുക്കം കാണാൻ മറക്കരുത്. കഴിഞ്ഞ ദിവസം നമ്മൾ സ്നേഹയുടെയും ഉപ്പുമുളകും എന്ന് പറയുന്ന സീരിയലിലെ സ്നേഹയുടെയും ശ്രീകുമാറിന്റെ ഒരു ഇന്റർവ്യൂയുടെ ഒരു വീഡിയോ ചെയ്തായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഈ ഉപ്പുമുളകും സീരിയലിൽ അഭിനയിക്കുന്ന ശ്രീകുമാറിന്റെയും ബിജു സോപാനത്തിന്റെയും പേരിൽ ലൈംഗികാതിക്രമം എന്ന് പറഞ്ഞിട്ട് ഒരു കേസ് അതിനകത്ത് അഭിനയിച്ച ഒരു നടി, പ്രമുഖ നടി കൊടുത്തിട്ടുണ്ടായിരുന്നു. ലൈംഗികാതിക്രമത്തിനാണ് കേസ് കൊടുത്തിരിക്കുന്നത്. അതിപ്പോ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഈ ശ്രീകുമാറിന്റെയും സ്നേഹയുടെയും കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂ വന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനെ കുറിച്ച്. അപ്പൊ അത് ഒരു യൂട്യൂബ് ചാനലിലാണ് വന്നത്. അവർ ആ ഒരു കേസിനെ പറ്റി അതിനകത്ത് പറയുന്നുണ്ട്. നമ്മളെല്ലാവരും അത് വെച്ച് റിയാക്ട് ചെയ്തതായിരുന്നു. അതില് എല്ലാവരും പറയുന്ന ഒരു കാര്യം ഈ ഒരു പരാതി വന്നത് 2 മാസം മുന്നെയാണ്. എന്തുകൊണ്ട് അത് ഇപ്പോൾ വന്നിരുന്നവർ പറയുന്നു? അന്ന് നിങ്ങളുടെ നാവ് എവിടെ പോയി? അന്ന് എന്തുകൊണ്ട് ഇത് വന്ന് പറഞ്ഞില്ല? അപ്പോ ഈ ഒരു ചോദ്യം എല്ലാ യൂട്യൂബേഴ്സും, ഒരുവിധപ്പെട്ട എല്ലാ യൂട്യൂബേഴ്സും ഇവരോട് ചോദിക്കുകയുണ്ടായി. ആ ഒരു ക്വസ്റ്റ്യന് മറുപടി ആയിട്ട് നമ്മുടെ ഈ SP ശ്രീകുമാർ നടിയായിട്ടുള്ള ഒരു സ്നേഹം എന്ന് പറഞ്ഞൊരു പുള്ളിക്കാരി ഉണ്ട്, മറിമായത്തിലൊക്കെ ഉള്ളതാണ്. ആ പുള്ളിക്കാരി നടിയാണ്. അപ്പൊ ആ നടി അവരുടെ യൂട്യൂബ് ചാനലിൽ മറുപടി ആയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് അവർ പറയുന്നത് എന്തുകൊണ്ട് അന്ന് ഞങ്ങൾ മിണ്ടാതിരുന്നു എന്നുള്ളത്. അപ്പൊ പുള്ളിക്കാരി എന്താണ് പറയുന്നതെന്ന് ആദ്യം നമുക്കൊന്ന്. അപ്പം നമ്മളുടെ അടുത്ത് അങ്ങനെ ഒരു വാർത്ത വന്ന സമയത്ത്, ആ ഒരു കേസ് വന്ന സമയത്ത് നമ്മളുടെ ചാനലിലും അല്ലെങ്കിൽ എന്റെ ഫേസ്ബുക്ക് പേജിലും ഒക്കെ ഒരുപാട് പേര് ചോദിച്ചിരുന്നു, എന്തുകൊണ്ടാണ് നിങ്ങൾ അതിനെ പറ്റിയിട്ട് പ്രതികരിക്കാത്തത്, എന്തുകൊണ്ടാണ് അത് സംസാരിക്കാത്തത് എന്നുള്ളത്. അപ്പോഴൊക്കെ നമ്മൾ മൗനം പാലിക്കാൻ അതിന് വ്യക്തമായ കാരണം ഉണ്ടായിരുന്നു. ഈ ഒരു സമയത്താണ് നമുക്ക് അതിനെപ്പറ്റി സംസാരിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിയതും സംസാരിക്കുന്നതും. അപ്പൊ അന്ന് ഈ എന്തുകൊണ്ട് അതിനെപ്പറ്റി പറയുന്നില്ല എന്ന് ചോദിച്ച ആൾക്കാര്, നിങ്ങൾ എന്തുകൊണ്ട് വന്ന് പറയുന്നില്ല, നിങ്ങൾ വന്ന് പറയേണ്ടതല്ലേ എന്നൊക്കെ ചോദിച്ചിട്ടുള്ള 2-3 യൂട്യൂബ് ചാനലിലുള്ള ആൾക്കാർ തന്നെയാണ് നമ്മൾ ഇതിനെപ്പറ്റി കഴിഞ്ഞ ആഴ്ച സംസാരിച്ചു കഴിഞ്ഞപ്പോൾ നിങ്ങൾ വന്ന് പറയാൻ വൈകിപ്പോയി, ഞാൻ അതിനോടൊട്ടും യോജിക്കുന്നില്ല, അതല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ വന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യമാണ്, ആരാണ് വിശ്വസിക്കാൻ പോകുന്നത്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ വന്നു. ഒരുപാട് കമന്റ്സ് ഞാൻ വായിച്ചു. അപ്പം എനിക്ക് അവരുടെ അടുത്ത് പറയാനുള്ളത് എന്ന് പറഞ്ഞാല്, നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ അത്ര ഈസി ആയിട്ടുള്ള ഒരു കേസ് അല്ല. പ്രത്യേകിച്ച് സ്ത്രീകൾ കൊടുക്കുന്ന പരാതി എന്ന് പറയുന്നത് അത്ര ഈസി ഉള്ള കാര്യമല്ല. അപ്പോ എല്ലാവരും ഒരുപോലെ പറഞ്ഞൊരു കാര്യമാണ്. നിവിൻ പോളി ഭയങ്കര ഗട്സോട് കൂടി വന്ന് പറഞ്ഞു, നിവിൻ പോളി പ്രതികരിച്ച പോലെ എന്തുകൊണ്ട് ശ്രീ പ്രതികരിക്കുന്നില്ല എന്നൊക്കെ ഉള്ളത്. ഓരോ കേസിനും ഓരോന്നിൻ്റെതായ രീതികളുണ്ട്. എല്ലാ കേസുകളും ഒരുപോലെ ആവണം എന്നില്ല, എല്ലാ കേസുകളിലും വന്നിട്ടുള്ള വകുപ്പുകൾ ഒന്നാവണം എന്നില്ല, എല്ലാത്തിന്റെയും സ്വഭാവത്തിനും വ്യത്യാസമുണ്ടാകും. അപ്പം ചിലർക്ക് അപ്പൊ തന്നെ ഒരു പക്ഷേ അത് പറയാൻ പറ്റുമായിരിക്കും, ചിലർക്ക് ഒരാഴ്ച കഴിഞ്ഞ് പറയാൻ പറ്റും, ചിലർക്ക് 1 മാസം കഴിഞ്ഞ്, ചിലർക്ക് 2 മാസം കഴിഞ്ഞ്, ചിലർക്ക് ഇതിനെപ്പറ്റി പറയാനേ പറ്റാത്ത അവസ്ഥയുണ്ടാവും. ചിലപ്പോൾ ഈ കേസ് എല്ലാം കഴിഞ്ഞ് ഒരു 2-3 വർഷമൊക്കെ എടുക്കും ഒരു പക്ഷേ ചില കേസുകൾ തീരാൻ വേണ്ടിയിട്ട്. അപ്പം പറയാൻ പറ്റുന്നവരുണ്ടാകും. അങ്ങനെയൊക്കെയുള്ള സാഹചര്യം ഈ കേസിനുണ്ട്. അത് ഈ കേസിന്റെ സ്വഭാവം എന്താണ്, അല്ലെങ്കിൽ ഇത്തരം കേസുകൾ എങ്ങനെയാണ് നമ്മൾ ഡീൽ ചെയ്യേണ്ടതെന്നുള്ളത് നമുക്കറിയാവുന്ന അഭിഭാഷകരോട് ചോദിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് അതിനെപ്പറ്റി അറിയാൻ. ശരിയാണ്, നിങ്ങൾ പറഞ്ഞ കാര്യത്തോട് ഞാൻ യോജിക്കുന്നു. ഈ ഒരു കേസ് വന്നു കഴിഞ്ഞാൽ ആ കേസിന്റെ ഡീറ്റെയിലും കാര്യങ്ങളും ഒന്നും പുറത്തുവിടാൻ പറ്റില്ല. അപ്പൊ കോടതി ലക്ഷ്യത്തിന് നിങ്ങൾക്കെതിരെ കേസ് എടുക്കാൻ പറ്റും. അതിനെക്കുറിച്ച് ഒരുപാട് ഡീറ്റെയിൽസ് നിങ്ങൾ പബ്ലിക്കായിട്ട് വന്ന് പറയുന്ന സമയത്ത് ഈ കേസിന്റെ ഇൻവെസ്റ്റിഗേഷനെ ഒക്കെ ബാധിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പക്ഷെ എന്നിരുന്നാൽ പോലും ഇത് പബ്ലിക് ഇൻഡസ്ട്രിയിലെ ഒരു കേസ് തന്നെയാണ്. ഈ കേസിനെ ഒരു തരത്തിലും ബാധിക്കാത്ത രീതിയിൽ, പരാതിക്കാരിയുടെ ഐഡന്റിറ്റി ഒരു തരത്തിലും ഡിക്ലെയർ ചെയ്യാത്ത രീതിയിൽ നിങ്ങൾക്ക് വന്ന് സംസാരിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. അത് നമ്മുടെ നിയമം അനുവദിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കൂടുതലൊന്നും പറയണ്ട, ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല, ബാക്കി കോടതി തീരുമാനിക്കട്ടെ, സത്യം വിജയിക്കട്ടെ. ഒരൊറ്റ വാക്കിൽ ഒരൊറ്റ ലൈൻ മതി. അപ്പൊ നിങ്ങൾ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു എന്ന് നിങ്ങളെ ഫോളോ ചെയ്യുന്ന ലക്ഷക്കണക്കിന് ജനങ്ങൾ കാണാൻ പറ്റും. അവർക്ക് എല്ലാവർക്കും, ആ ലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് കാണാൻ പറ്റും നിങ്ങൾ ആ ഒരു പോസ്റ്റ് ഇട്ടത് അല്ലെങ്കിൽ ഒരു വീഡിയോ ഇട്ടത്. അപ്പോ അതിൽ എന്തെങ്കിലും ഒരു ശരി മറഞ്ഞിരിക്കുന്നുണ്ട് എന്നൊരു തോന്നല് ആൾക്കാർക്ക് വരും. പക്ഷെ അങ്ങനെ ഒരു പ്രതികരണം നിങ്ങളിൽ നിന്ന് ജനങ്ങൾ, നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ജനങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു അങ്ങനെ എന്തെങ്കിലും ഒന്ന് വരുമെന്ന്. പക്ഷെ അതിനെക്കുറിച്ച് ഒരു വാക്ക് പോലും ആരും മിണ്ടിയില്ല. പിന്നെ ബാക്കി കൂടെ അവർ പറയുന്നതെന്ന് നമുക്ക് കേട്ടു നോക്കാം. പറഞ്ഞ് വന്ന ന്യൂസ് കണ്ടിട്ടാണ് ഞങ്ങളും അറിയുന്നത് ഇങ്ങനെ ഒരു കേസ് വന്നിട്ടുണ്ട് എന്നുള്ളത്. അല്ലാതെ നമുക്ക് അറിവില്ല. ആ ഒരു സമയത്ത് ഞാനാണ് വളരെ പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്ന ആള്. എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഇത് അങ്ങനെയല്ല, ഇതെങ്ങനെയാണെന്നൊക്കെ പറയണം എന്നുള്ളത്. പക്ഷേ നമ്മളോട് ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ ആ സമയത്ത് ഓടി വരികയും ഇന്നതാണ് ഈ കേസിന്റെ സ്വഭാവം എന്ന് പറയുകയും, ഞങ്ങളുടെ തന്നെ ഏറ്റവും അടുത്തുള്ള സുഹൃത്തായിട്ടുള്ള ആള് തന്നെയാണ് ഞങ്ങളുടെ
അഡ്വക്കേറ്റ് എന്ന് പറയുന്നത്. അവര് നമ്മളുടെ വീട്ടിൽ വന്നിരുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായി പറഞ്ഞു തന്നു. ഇന്ന കാര്യങ്ങളാണ് ഇതിലുള്ളത്. ഇതൊന്നും നമുക്കിപ്പോ ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റില്ല. അത് ഈ കേസിന്റെ സ്വഭാവം അങ്ങനെ ആയതുകൊണ്ടാണ്. അപ്പം ഇന്ന കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഇന്ന രീതിയിലാണ് മൂവ് ചെയ്യേണ്ടത്. പിന്നെ ഇത്തരം കേസുകളിൽ നമ്മൾ ജാമ്യം എടുക്കേണ്ടതുണ്ട്. അല്ലാതെ ഈസി ആയിട്ട് ഇതാ എനിക്കെതിരെ ഇങ്ങനെ ഒരു കേസ് വന്നിട്ടുണ്ട്, ഇന്നയാളാണ് കേട്ടോ കേസ് കൊടുത്തത്, ഇന്നതാണ് കേട്ടോ കേസ്, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ തീരുന്ന ഒരു കേസല്ല ഇത്. ഇത് കോടതിയിൽ തന്നെ തീർക്കേണ്ട കേസാണ്. അതിന്റെ ഒരു സീരിയസ്നെസ് മനസ്സിലാവാത്തത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അതിനെപ്പറ്റി അറിയാത്തത് കൊണ്ടായിരിക്കാം. ഇപ്പൊ എനിക്കും അറിവില്ലായിരുന്നു. ഇങ്ങനെ ഒരു കാര്യം വരുമ്പോഴല്ലേ നമ്മൾ ഇതിനെപ്പറ്റി അന്വേഷിക്കുള്ളൂ. അപ്പം അതിന് നമ്മൾ കുറച്ച് സമയം കൊടുത്തേ പറ്റുള്ളൂ. ഇപ്പം ഞങ്ങളെ സംബന്ധിച്ച് അത് ഇങ്ങനെയെങ്കിലും ഞങ്ങൾക്ക് പറയാം എന്നുള്ളൊരവസ്ഥ വന്നപ്പോൾ ഞാൻ പറയുകയാണ്. ഇനി ഇതിൽ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പബ്ലിക്കിനോട് പറയാൻ പറ്റും എന്ന് തോന്നുകയാണെങ്കിൽ ഞങ്ങൾ പറയും. പക്ഷെ ഇതെന്താണ് ഇതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നമ്മളെ ഈ കാര്യത്തിൽ സഹായിക്കാൻ ഉള്ളത് ഇന്ത്യൻ നിയമവ്യവസ്ഥ മാത്രമാണ്. നമ്മുടെ നിയമവ്യവസ്ഥയിൽ വിശ്വസിച്ചുകൊണ്ടാണ് ഞങ്ങൾ ആദ്യത്തെ ആ ദിവസം മുതൽ ഇപ്പോൾ വരെ മുന്നോട്ട് പോകുന്നത്, ഇനി മുന്നോട്ട് പോകുന്നതും. അതിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. സത്യം തന്നെ വിജയിക്കും എന്നുള്ള ഒരു വിശ്വാസവുമുണ്ട്. ഓക്കെ, സത്യം നിങ്ങളുടെ ഭാഗത്താണെങ്കിൽ അത് വിജയിക്കുക തന്നെ വേണം. പക്ഷെ ഇതൊരു കള്ളക്കേസ് ആണെങ്കിൽ ഈ കേസ് തെളിഞ്ഞു കഴിഞ്ഞാൽ നടിക്കെതിരെ നല്ലൊരു കേസ് തിരിച്ചു കൊടുക്കണം. അതുപോലെ തന്നെ ഇതൊരു കള്ളക്കേസാണെന്ന് തെളിയുവാണെങ്കിൽ ആ കള്ളക്കേസ് കൊടുത്ത ആ ഒരു വ്യക്തിയുടെ പേരടക്കം വന്ന് അത് മധ്യതയിൽ നിന്ന് വന്ന് പറയണം. എല്ലാ ജനങ്ങളോടും വിളിച്ചു പറയണം. സത്യം പറഞ്ഞാൽ ഇപ്പോഴെങ്കിലും നിങ്ങൾ ഇത് വന്ന് പറഞ്ഞല്ലോ, അത് തന്നെ വലിയ കാര്യം. അല്ലെങ്കിൽ ജനങ്ങൾ വിചാരിക്കും ഈ പറയുന്ന ശ്രീകുമാറും ഈ ബിജു സോപാനവും തെറ്റ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് മാത്രമാണ് നിങ്ങൾ മിണ്ടാതിരിക്കുന്നത്. ഇപ്പോഴും ബിജു സോപാനം ഇവിടെയും പറഞ്ഞിട്ടില്ല. പക്ഷെ SP ശ്രീകുമാർ മാത്രമാണ് ഇപ്പൊ ഇങ്ങനെ വന്ന് സംസാരിച്ചിരിക്കുന്നത് എന്റെ അറിവിൽ കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ശ്രീകുമാർ തെറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ള ഒരു ഇമേജ് തന്നെയാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റിന് മുമ്പ് എല്ലാവരുടെയും മനസ്സിലുണ്ടായിരുന്നത്. പിന്നെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവര് പറയുന്നുണ്ടല്ലോ, അത് അപ്പ വന്ന് പറയണമായിരുന്നു, ആ ഒരു പ്രശ്നം നടന്ന സമയത്ത് വന്ന് പറയണമായിരുന്നു എന്ന് പറഞ്ഞതിന്റെ കാരണം എന്താണെന്നറിയോ? ഇത് കണ്ടോ, ഇത് നിങ്ങൾ കൊടുത്ത ആ ഒരു യൂട്യൂബ് ചാനലിൽ കൊടുത്ത ഒരു ഇന്റർവ്യൂ ആണ്. ഏകദേശം 12,000 പേരാണ് 3 ദിവസം കൊണ്ട് ആ ഒരു വീഡിയോ കണ്ടത്. ഇത് ഞാൻ കാണുന്ന സമയത്ത് ഏകദേശം 4,000 പേരായിരുന്നു കണ്ടിരുന്നത്. പിന്നെ പല യൂട്യൂബേഴ്സും ഇതെടുത്ത് റിയാക്ട് ചെയ്തതിന് ശേഷമാണ് ഇത് 12,000 ആയത്. നമ്മളിലൂടെ ആണെങ്കിലും കുറച്ച് ആളുകളിലോട്ട് അത് എത്തിയിട്ടുണ്ട്. പക്ഷെ എന്നാൽ 2 മാസം ഈ ഒരു കേസ് വന്ന സമയത്ത് ബിജു സോപാനത്തിന്റെയും ശ്രീകുമാറിന്റെയും ആ ഒരു ഇഷ്യൂ കണ്ടവർ, ഇത് മാതൃഭൂമി ന്യൂസിനകത്ത് വന്ന ന്യൂസാണ്. ഏകദേശം 8,20,000 പേരാണ് ഈ ഒരു വീഡിയോ കണ്ടിരിക്കുന്നത്. ഇത് മീഡിയ വണ്ണിനകത്ത് വന്ന 9,39,000 പേരാണ് ഈ വീഡിയോ കണ്ടത്. ഇതിൽ നിന്നും നിങ്ങൾ നോക്കിക്കേ, നിങ്ങളുടെ പ്രതികരണം എത്ര പേര് കണ്ടത്? വെറും 12,000. ആ ഒരു ന്യൂസുകൾ എത്ര പേര് കണ്ടെന്നൊന്ന് നോക്കിക്കേ. അന്ന് വന്ന് ഈ കാര്യങ്ങളൊക്കെ പറയണമെന്ന് പറഞ്ഞതിന്റെ മെയിൻ റീസൺ ഇതാണ്. ആ സമയത്ത് വന്ന് നിങ്ങൾ പ്രതികരിച്ചിരുന്നെങ്കിൽ ആളുകൾക്ക് അറ്റൻഷൻ കുറച്ചുകൂടെ നിങ്ങളിലേക്ക് വന്നേനെ, കുറച്ചുകൂടെ കാര്യങ്ങൾ ആളുകളിലേക്ക് എത്തിക്കാൻ നിങ്ങൾക്ക് സാധിച്ചേനെ. അതിപ്പോ വന്ന് ഇങ്ങനെ പറയുമ്പോഴത്തേക്കും ആളുകൾ മൈൻഡ് പോലും ചെയ്യത്തില്ല. അതൊക്കെ ആളുകൾ മറന്നു തുടങ്ങി. 2 മാസം മുന്നേ നടന്ന കാര്യമല്ലേ. എല്ലാം ഓരോരോ പുതിയ പ്രശ്നം വരുമ്പോഴത്തേക്കും പഴയതൊക്കെ ആൾക്കാർ മറക്കും. മുമ്പ് ആ ഒരു ന്യൂസ് കണ്ട പകുതി ആള് പോലും ഈ ഒരു ന്യൂസ് കാണാനില്ല. ഇപ്പോഴും മെജോറിറ്റി ഓഫ് ആളുകളുടെ മനസ്സിലും ആ ഒരു ന്യൂസ് തന്നെയാണ്. ബിജു സോപാനത്തിനെതിരെയും ശ്രീകുമാറിനെതിരെയും ലൈംഗിക അതിക്രമ കേസ് അത് തന്നെയാണ് ഇപ്പോഴും ആൾക്കാരുടെ മനസ്സിലുള്ളത്. അതാണ് നമ്മൾ പറയുന്നത്. പറയേണ്ട സമയത്ത് തന്നെ കാര്യം വന്ന് പറയണം, അല്ലാതെ പിന്നെ പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം സ്നേഹ വേറെ കുറച്ച് കാര്യങ്ങളോട് പറയുന്നുണ്ട്. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. അത് നമുക്ക് ഓരോന്നായിട്ട് കേൾക്കാം. ദൈവം എന്നുള്ളതാണ്. അതായത് ഇപ്പോ നമ്മൾ അമ്പലത്തിൽ പോകും, അല്ലെങ്കിൽ 24 മണിക്കൂറും പ്രാർത്ഥിക്കും. ഇതെല്ലാം ചെയ്തിട്ട് മറ്റുള്ളവരെ ദ്രോഹിച്ചുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യവുമില്ല. അതിൽ നിന്ന് ഒരു നേട്ടം ഉണ്ടാവില്ല. അപ്പൊ ഒരുപാട് ദൈവവിശ്വാസമുള്ള ഏതോ ഒരു വ്യക്തിയാണ് ഇവരെ ദ്രോഹിച്ചതെന്ന് ഇൻഡയറക്ട്ലി പുള്ളിക്കാരി പറഞ്ഞു വെക്കുവാണ്. കുറച്ച് കാര്യങ്ങളൂടെ പറയുന്നുണ്ട്, അതുകൂടെ കേൾക്കാം. പക്ഷെ നമ്മൾ നമ്മുടെ ജോലി കൃത്യമായി ചെയ്യുക, മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാക്കാതിരിക്കുക. അവരെ സഹായിച്ചിട്ടില്ലെങ്കിലും ഉപദ്രവം ഉണ്ടാക്കാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതല്ലാതെ മറ്റുള്ളവരെ ഉപദ്രവിച്ച് ഇപ്പൊ ഞാൻ സ്ത്രീയാണ്, നമ്മൾ എല്ലാവരും കാണുന്നതാണ്. നമ്മൾ പൊങ്കാലിടാൻ പോകും, അതല്ലെങ്കിൽ ചോറ്റാനിക്കര മകം തൊടാൻ പോകാറുണ്ട്, മൂകാംബികെ പോകാറുണ്ട്. ഇങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ചെയ്യാറുണ്ട്. മറ്റുള്ളവരെ ഉപദ്രവിച്ചിട്ട് ഞാൻ പോയിട്ട് ഈ പൊങ്കാല ഇട്ടിട്ടോ, ചോറ്റാനിക്കരയിൽ മകം തൊഴുതിട്ടോ, മൂകാംബികയെ പോയി തൊഴുതിട്ടോ ഒന്നും ഒരു കാര്യമില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അടുത്ത നോട്ട് ചെയ്യേണ്ട കാര്യം ആറ്റുകാൽ പൊങ്കാല, ചോറ്റാനിക്കര മകം തൊഴൽ, മൂകാംബിക. ആദ്യം അങ്ങനെ 4 പോയിന്റ്. ആദ്യം ദൈവവിശ്വാസി, അതുപോലെ തന്നെ പൊങ്കാല, മകം തൊഴല്, മൂകാംബിക. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഇവർക്കെതിരെ പരാതി കൊടുത്തത്. കള്ളപ്പരാതി കൊടുത്തതെന്ന് ഇവര് ഇൻഡയറക്ട്ലി പറയുവാണ്. അപ്പൊ എന്തായാലും ഇതുവരെയുള്ള എല്ലാവരും ഒന്ന് മായ്ച്ചു കളഞ്ഞേക്കണം.
അപ്പൊ വേറെ ഏതോ ഒരു യൂണിവേഴ്സിൽ നടക്കുന്ന കാര്യത്തെ പറ്റി നമുക്ക് സംസാരിക്കാം. അപ്പൊ നമ്മൾ ഇപ്പൊ ഈ പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ട് യാതൊരുവിധ ഒരു കാര്യവും ഇതിനകത്ത് കാണത്തില്ല കേട്ടോ. ഞാനൊരു എക്സാമ്പിൾ പറയാം. ഒരുപാട് ഭക്തിയുള്ള ചോറ്റാനിക്കരയിലും ഈ പറയുന്ന മകം തൊഴാനൊക്കെ പോകുന്ന ഒരു നടിയെ പറ്റി ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ചിലപ്പോൾ അവിടെ പോലെ ഒരു വ്യക്തി ആയിരിക്കാം ഈ കേസൊക്കെ കൊടുത്തത്. അപ്പൊ നിഷ സാരംഗ് എന്ന് പറയുന്ന ആ ഒരു നടിയെ പറ്റി ഞാൻ പറയാം. പുള്ളിക്കാരി ഭയങ്കര ഭക്തിയുള്ള ഒരു നടിയാണ്. ഞാൻ ഒരു വീഡിയോ കാണിക്കാൻ നോക്കിയേ. ചേച്ചിയുടെ ഓരോ വാക്കിലും ഈ വീട്ടിലും എല്ലാം ഈ പറയുന്ന പോലെ ഈശ്വരന്മാരുടെ ഒരു സാന്നിധ്യം. ചേച്ചി എന്നോട് ഓഫ് ക്യാമറയിൽ സംസാരിക്കുമ്പോഴും പറയുകയായിരുന്നു ചേച്ചിയുടെ കൂടെ കൂട്ടിയ അല്ലെ ഈശ്വര സാന്നിധ്യത്തെ കുറിച്ച്. അത്രയും ഒരു വിശ്വാസിയാണ്. നമ്മളെ അനുഭവങ്ങളാണ് നമ്മളെ വിശ്വാസിയാക്കുന്നതും അവിശ്വാസിയാക്കുന്നതൊക്കെ. എന്റെ അനുഭവങ്ങളിൽ എനിക്ക് എപ്പോഴും ഈശ്വരൻ മാത്രമേ എനിക്ക് തോന്നുന്നു ഉണ്ടായിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് എന്ത് സംസാരിക്കുമ്പോഴും അതിങ്ങനെ വന്നു പോകും അറിയാതെ. കേട്ടില്ലേ, നിഷ സാരംഗ് ഭയങ്കര ഈശ്വര വിശ്വാസിയാണ്. അതുപോലെ തന്നെ പൊങ്കാലയിടാനും പോകാറുണ്ട്. നീ കണ്ടോക്ക്. എല്ലാ വർഷവും വരാറുണ്ടോ മലമ്പുഴ? എല്ലാ വർഷവും നാളെ ആറ്റുകാലമ്പലത്തിൽ പോകുന്നുണ്ടോ? വീട് എവിടെയാ? നാളെ ആറ്റുകാലമ്പലത്തിൽ പൊങ്കാലയിടാൻ പോകുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആ പൊങ്കാലയിടാൻ പോകുന്നു അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്നലെ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ട ഒരു പോസ്റ്റ് ഉണ്ട്. അപ്പൊ മൂകാംബിക അമ്പലത്തിൽ നിൽക്കുന്ന ഒരു പിക്കാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഏതോ ഒരു വ്യക്തിയാണ് ഈ പറയുന്ന ശ്രീകുമാറിനെതിരെയും ബിജു സോപാനത്തിന്റെ എതിരെ കേസ് കൊടുത്തതെന്നാണ് ഈ സ്നേഹ പറയുന്നത്. ഈ നിഷ സാരംഗ് കേസ് കൊടുത്തെന്നല്ല ഞാൻ പറയുന്നത്. അതുപോലെ വേറെ ഏതോ ദൈവവിശ്വാസി മൂകാംബിക പോകുന്നത്, പൊങ്കാലയിടാൻ പോകുന്നത്, മനസ്സിലായോ? ഞാൻ നിഷ സാരംഗിനെ ഒരു എക്സാമ്പിൾ ആക്കി പറഞ്ഞു എന്ന് പറഞ്ഞു. നിഷ സാരംഗ് ഇതുപോലെ പൊങ്കാലയിടാറുണ്ട്, മകം തൊഴാറുണ്ട്. അതുകൊണ്ട് മാത്രം നമ്മൾ അത് പറഞ്ഞു എന്ന് പറഞ്ഞു. ഈ പൊങ്കാല ഇടുന്നതും പിന്നെ അതുപോലെ ആറ്റുകാല് പിന്നെ എന്താണ് ഈ മകം തൊഴാനും മൂകാംബിക പോകാനും അങ്ങനെ ഒരുപാട് ദൈവവിശ്വാസമുള്ള ഒരുപാട് നടികളുണ്ട് കേട്ടോ. പൊങ്കാല സൂപ്പർ സ്റ്റാർ ചിപ്പിയൊക്കെ ഉണ്ടല്ലോ. നിഷ സാരംഗ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ഞാൻ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞതാ കേട്ടോ. അല്ലാതെ നിഷ സാരംഗ് ആണ് ഈ കേസ് കൊടുത്തതെന്ന് നമ്മൾ പറയുന്നില്ല കേട്ടോ. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ പോകും. എന്നാലും ഏത് നടിയായിരിക്കും ഇവർക്കെതിരെ ഈ കേസ് കൊടുത്തത്? എത്ര ആലോചിച്ചിട്ട് നമുക്ക് പിടികിട്ടുന്നില്ല. അതാണ് പ്രശ്നം. ഏതെങ്കിലുമൊക്കെ നടിമാരായിരിക്കും, ആരെങ്കിലും ആവട്ടെ. എന്നാലും നിങ്ങൾക്ക് അതിനെ കുറിച്ച് വല്ല മനസ്സിലായിട്ടുണ്ടെങ്കിൽ താഴെ വന്ന് കമന്റ് ചെയ്യണം കേട്ടോ. ഇത് കൂടുതൽ എനിക്കൊന്നും പറയാനില്ല. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഇത് കേട്ടിട്ട് തോന്നുന്നതെന്ന് വെച്ചാൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ബൈ.